കോൺഗ്രസ് തകർന്നാൽ ആ ശൂന്യത നികത്താനുള്ള കഴിവ് ഇന്ന് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിനില്ലെന്ന് സിപിഐ നേതാവ് ബിനോയ് വിശ്വം. അവിടെ ആർഎസ്എസും ബിജെപിയും ഇടം പിടിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കൊച്ചിയിൽ പി.ടി. തോമസ് അനുസ്മരണ ചടങ്ങിലാണ് പരാമർശം. യോജിപ്പുകളെല്ലാം ഉണ്ട്. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബിജെപി ആർഎസ്എസ് ഉയർത്തുന്ന വെല്ലുവിളിക്ക് മുമ്പിൽ കോൺഗ്രസ് തകർന്നാൽ ഉണ്ടാകാൻ പോകുന്ന ശൂന്യതയെപ്പറ്റി ബോധ്യമുള്ള ഇടതുപക്ഷക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് പറയുകയാണ്, കേരളത്തിലെ തർക്കങ്ങളെല്ലാം ഇരിക്കെ തന്നെ ഞാൻ പറയുന്നു, കോൺഗ്രസ് തകർന്നാൽ ആ തകർച്ചയുടെ ശൂന്യത നികത്താനുള്ള കെൽപ്പ് ഇന്ന് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിനില്ല. ആ ശൂന്യത നികത്താനിടയുള്ളത് സംഘപരിവാറും അതിൻ്റെ ഫാസിസ്റ്റ് ആശയങ്ങളുമായിരിക്കും. അതൊഴിവാക്കണമെങ്കിൽ നെഹ്റുവിനെ ഓർത്തുകൊണ്ട് കോൺഗ്രസ് തകരാതിരിക്കാൻ ശ്രമിക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സിജോ വി ജോൺ വിവരങ്ങളുമായി ചേരുന്നു. സിജോ, കോൺഗ്രസിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രസംഗം. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? അന്തരിച്ച തൃക്കാക്കര എംഎൽഎ പി.ടി. തോമസിന്റെ അനുസ്മരണ പരിപാടിയിലാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ കുറിച്ച് ബിനോയ് വിശ്വം ചേർത്ത് പറയുന്നത്. നെഹ്റുവിന്റെ കാലം മുതലുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ തുടങ്ങിയത്. കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിന്റെ അതിന്റെ ഒരു കാതൽ എന്ന് പറയുന്നത് നെഹ്റുവിന്റെ രാഷ്ട്രീയമായിരുന്നു. ഇതിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിക്ക് അപജയമുണ്ടായി. ഇക്കാര്യത്തിൽ കോൺഗ്രസുമായി വിയോജിപ്പുണ്ട്. എന്നാൽ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് തകർന്നാൽ വലിയ ശൂന്യതയാണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ശൂന്യത നികത്താൻ ഇടതുപക്ഷത്തിന് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ കഴിയില്ല എന്നുള്ള കാര്യം അദ്ദേഹം എടുത്തു പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ശൂന്യതയിലേക്ക് ആർഎസ്എസും ബിജെപിയും കടന്നു വരും എന്നുള്ളൊരു കാര്യമാണ് പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് തകരാതിരിക്കണം, അതാണ് തന്റെ ആഗ്രഹം എന്നുള്ള കാര്യമാണ് ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിന്റെ ഒരു പ്രാധാന്യം അത് തകരാതിരിക്കണം എന്നുള്ളൊരു വ്യക്തമായ ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം തന്റെ അനുസ്മരണ പ്രസംഗത്തിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി സിജോ.